ഓക്കെ, മറ്റു വാർത്തകളിലേക്ക്. സാലറി ചാലഞ്ചിൽ സമ്മതപത്രം നൽകിയിട്ടും പണം നൽകാത്തതിൽ ഭീഷണി സ്വരവുമായി സർക്കാർ. ജീവനക്കാരുടെ വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ കർശന നിർദ്ദേശം. ജീവനക്കാരന്റെ പ്രത്യേക അപേക്ഷയ്ക്കായി കാത്തിരിക്കേണ്ടെന്ന സർക്കുലർ പുറത്ത്. പിരിവിൽ വീഴ്ച വരുത്തിയാൽ DDOമാർക്ക് ശമ്പളം കിട്ടില്ല എന്നുമാണ് ഭീഷണി. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, വിവരങ്ങൾ എന്താണ്? ഈ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ലീവ് ഫണ്ടിൽ നിന്നും ഈ പറയുന്ന രീതിയിൽ സാലറി ചലഞ്ചിൽ പണം പിടിക്കാൻ സമ്മതപത്രം നൽകിയ ഉദ്യോഗസ്ഥരിൽ നല്ലൊരു ശതമാനം, ഏതാണ്ട് 20,000-ഓളം പേരാണ് സംസ്ഥാന സർക്കാരുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ ഈ പറയുന്ന രീതിയിൽ സമ്മതപത്രം നൽകുകയും എന്നാൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ലീവ് ഫണ്ടിൽ നിന്നും പണം പിടിക്കണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ അനുമതിയും അപേക്ഷയും ഒക്കെ ആവശ്യമാണ്. പക്ഷേ സർക്കാരിനെ വട്ടം ചുറ്റിച്ച ഇത്തരം അപേക്ഷകളും അനുമതികളും നൽകാതെ അവർ കുറേ കാലമായി മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം സാലറി ചലഞ്ചിനെതിരെ നേരത്തെ തന്നെ ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടായതാണ്. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും തങ്ങളുടെ ശമ്പളത്തിൽ കയറ്റ് വരുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യവും അവ ഉയർത്തുകയും ചെയ്തതാണ്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് നിസ്സഹകരണം തുടരുന്നത്. ഇപ്പോൾ ഈ നിസ്സഹകരണവുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു കർശന നിലപാടിലേക്ക് സർക്കാർ പോവുകയാണ്. അതിന് കാരണവുമുണ്ട്. കാരണം 500 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ഈ സാലറി ചലഞ്ചിലൂടെ പ്രതീക്ഷിച്ചതാണ്. അതിൻ്റെ പകുതിയിൽ താഴെ ഏതാണ്ട് 232 കോടിയോളം രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് സാലറി ചലഞ്ചിലൂടെ ലഭ്യമായത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമീപനം സാധിക്കുകയില്ല. ആദ്യം നൽകിയ സമ്മതപത്രം അത് അനുമതിയും അപേക്ഷയും ഒക്കെയായി കണക്കാക്കി ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ധനവകുപ്പ് കർശനമായി നൽകിയിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കാത്തിരിപ്പുകൾക്ക് ഇനി സാവകാശം നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് DDOമാരെന്ന് വിളിപ്പിക്കപ്പെടുന്ന ശമ്പള വിതരണ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥർക്കാണ് ഈ പറയുന്ന രീതിയിൽ ശമ്പളം അതിൽ നിന്ന് പിടുത്തം നടത്താനും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനും ഒക്കെയുള്ള ഉത്തരവും അല്ലെങ്കിൽ അതിനുള്ള അധികാരമൊക്കെ ഉള്ളത്. ആ ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 31-നകം ഈ സമ്മതപത്രം നൽകിയവരുടെ ശമ്പളത്തിൽ നിന്നുള്ള പണം സാലറി ചലഞ്ചിൽ നിന്ന് ആ പണം നൽകാത്തവരുടെ അക്കൗണ്ടിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് പണം പിടിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ ശമ്പള വിതരണ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുന്ന കാര്യം കഷ്ടത്തിലാകും എന്നുള്ളൊരു ഭീഷണി കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ജീവനക്കാരുടെ സംഘടനകളുടെയൊക്കെ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്ന ഒരു സർക്കുലറാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഒരു ഭീഷണിയുടെ സ്വരവുമായി സർക്കാർ ജീവനക്കാരെ സമീപിക്കുന്നതാണ് ഈ സർക്കുലർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ശരി പ്രജിത്ത്.